ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസത്തെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ചേട്ടനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ത്രൂക്കുട്ടിയെ ഞാൻ ഹൈച്ചേരം പറ്റി കളിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അവൾ കളിച്ച കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ തലേദിവസത്തെ പാത്രങ്ങളൊക്കെ ഓൾറെഡി തലേദിവസം കഴുകിയിട്ട് തന്നെയാണ് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് മറ്റു പുതിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അവൾ കളിച്ച് വെച്ച പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ അതിന് ശേഷം ചോറ് വയ്ക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അമ്മയുണ്ട് സാധാരണ നേരത്തെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അല്ലെങ്കിൽ ചോറൊക്കെ വെക്കാറുള്ളത് അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അമ്മയില്ലാത്ത കാരണം ഞാൻ വെക്കാൻ പോവാണ്. പിന്നെ സൺഡേ ഇങ്ങനെ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഭാഗ്യം ഞാൻ അത്യാവശ്യം ലേറ്റായിട്ടാണ് എണീക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അരി കഴുകിയൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഇനി അധികം പരിപാടിയില്ലല്ലോ, പിന്നെ അത് അവിടെ കിടന്നായിക്കോളും. അപ്പോൾ ഞാൻ അടുത്തത് കറിപ്പരിപാടിക്ക് കിടക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പൂരിയും വെള്ളയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി എനിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള എന്തെങ്കിലും കറി വയ്ക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഉരുളക്കിഴങ്ങ് മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ പിന്നെ വെച്ചത് ക്യാബേജ് ഉപ്പേരി, പരിപ്പ് കറി, അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് കറി വെക്കാനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദ്രുബേബിക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് അടി ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ, ഓരോരുത്തർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ അച്ഛനും മോളും ഉമ്മറത്തിരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ ഹോളിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവൾ കളിച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ ഒരു കളി കഴിഞ്ഞതിൻ്റെ ഒരു അവസ്ഥയാണത്. അപ്പോൾ ഞാൻ വേഗം പിന്നെ ക്ലീൻ ചെയ്യണ പരിപാടിയാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യും. അപ്പോൾ അവൾ കളിക്കുന്നതൊക്കെ ആയ കാരണം അടിച്ചു വാരി ഒന്ന് തുടയ്ക്കും വേഗം. അപ്പോൾ സൺഡേ ആയത് കാരണം ചേട്ടൻ ഫ്രീ ആയത് കാരണം ഉണ്ണീനെ ചേട്ടൻ നോക്കിക്കോളും. അതുകൊണ്ട് നമുക്ക് സാവധാനം വേഗം വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഉണ്ണീനെ ഒരാളിപ്പോഴും നോക്കാൻ വേണം. അവളാണെങ്കിൽ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വേറെ കോണിപ്പടിയുടെ മേലൊക്കെ ആയിരിക്കും കയറിയിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവൾ നടന്നു തുടങ്ങിയിട്ടില്ല, പക്ഷേ അവൾ എത്തേണ്ടടത്തൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾ വേഗം അവൾ വച്ചിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ അച്ഛനും മോളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ പത്രമൊക്കെ മാറ്റി വെച്ചു അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ അടിച്ച് പെറുക്കി ഈ ഭാഗത്താണ് ദുർക്കുട്ടി കളിച്ചിട്ട് കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടി വിയുടെ ഇടയിലൊക്കെ കുറേ പൊടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഞായറാഴ്ച കൂടിയാണല്ലോ, അപ്പോൾ ഇത്തിരി സാവധാനം അതൊന്ന് വിശദമായിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അത് അവളുടെ ബാസ്ക്കറ്റാണ്, അവളുടെ മിക്ക കളിപ്പാട്ടങ്ങളൊക്കെ ആ ബാസ്ക്കറ്റിലാണ് വെക്കാറുള്ളത്. അപ്പം നമ്മുടെ ടി വി വെച്ചിരിക്കുന്ന അതിൻ്റെ അടിയിലൊരു ടേബിളുണ്ട്. അപ്പോൾ അവിടെ സ്പീക്കറൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് അത്യാവശ്യം പൊടിയും മാറാലൊക്കെ നമ്മൾ എപ്പോഴും അവിടെ അങ്ങനെ അത്ര വിശദമായിട്ടൊന്നും വൃത്തിയാക്കാറില്ല. പിന്നെ ഞായറാഴ്ച ആയ കാരണം ചേട്ടൻ ഫ്രീ ആയിട്ട് ഉണ്ണി എടുത്തിരിക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ഞാനതൊന്ന് വിശദമായിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അല്ലെങ്കിൽ അവളെ ആരെങ്കിലുമൊക്കെ ഒരാൾ നോക്കാൻ വേണം. അപ്പോൾ നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാവാറില്ല, മിക്കവാറും ഞാൻ അവൾ പിന്നാലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതാണ് ബെഡ്റൂമിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു എണീറ്റ് വന്ന വൈക്കൊരു ബഹളമാണ്, അതിൻ്റെ കോലാഹലങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ കിടക്കുന്നത് മേലെയാണ്, മേലത്തെ ബെഡ്റൂമിലാണ് കിടക്കുക. പക്ഷേ രാവിലെയൊക്കെ ഇവിടെ തന്നെയാണ് ഉറക്കം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളുടെ ടോയ്സും അവൾക്ക് രാവിലെ വന്നിട്ട് മാറിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കണ പരിപാടിയിലാണ്. അങ്ങനെ എല്ലാം നീറ്റാക്കി ഞാൻ ഒതുക്കി വെച്ചു, അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ അതിനുശേഷം വീട് മൊത്തം ഒന്ന് തുടച്ചു. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല വീഡിയോ. അങ്ങനെ തുടക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ചുമ്മാ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ മോനൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് പാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി. അപ്പോൾ വെള്ളമൊക്കെ ചെറിയ രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറിയ സമയത്താണ് കേട്ടോ നമ്മൾ നടക്കാനൊക്കെ പോയത്. അങ്ങനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ ധ്രുവബേബിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വിഷം കെട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അവളുടെ കാലൊക്കെ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ മഴ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ നമ്മുടെ സ്ഥലത്ത് കുറേ സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ കയറിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോഴാണത് കാണിക്കുന്നത്. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതാണ് പാടത്തിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഞാനിങ്ങനെയൊന്നും ഇവിടെ ഈ വണ്ടിയിൽ ഇറങ്ങിയിട്ടൊന്നും ഇങ്ങനെ ഇതുവരെ നടന്നു പോയിട്ടില്ല കേട്ടോ. നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെയാണ് ഈ വഴിക്ക് പോകാറുള്ളത്. നമ്മുടെ അമ്പലമാണ് അപ്പുറത്ത് കാണുന്നത്, കുമരഞ്ചിറ ക്ഷേത്രമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി നിന്ന് ശേഷം ഞങ്ങൾ ഞാൻ അവനോട് എന്തൊക്കെയോ പറയാനാണ് കേട്ടോ. ഞങ്ങളെന്തോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. ധ്രുവക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അവർ. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടിയിട്ടാണ് കറങ്ങാൻ പോയത്.
അങ്ങനെ അവനോട് വർത്തമാനം പറഞ്ഞ ശേഷം ഞാൻ തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി പോകുന്ന പരിപാടിയിലാണ്. ധ്രുവക്കുട്ടി ആയത് തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ക്യാമറ നോക്കി നിന്നപ്പോഴാണ് എനിക്ക് ഒരു സംഭവം മനസ്സിലായത്. നല്ല രസമുണ്ട്, മേലെ ആകാശമായിട്ടുള്ളൊരു വ്യൂ, നല്ല രസമുണ്ട്. അപ്പോൾ ഞാനത് അവനോടും ചേട്ടനോടും ഒക്കെ പറയാൻ കേട്ടോ, ഒന്ന് വാ 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 പൂസി പൂസി, നല്ല രസമുണ്ട് മേലെ ആകാശമെന്ന്. അപ്പോൾ ആ നേരം കൊണ്ട് ധ്രുവക്കുട്ടി ചേട്ടനൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഇല്ലിക്കൽ ഡാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ട് കുറേ വേസ്റ്റുകളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കാണാൻ പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ടു നിന്നു. അപ്പോൾ ആ നേരം കൊണ്ട് ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള സ്നേഹപ്രകടനം അവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഈവനിങ് നല്ല രസമായിരുന്നു. ഫുള്ള് സ്കൂട്ടിയിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് നൈറ്റ് ആയപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയതാണ്, പക്ഷേ ബിരിയാണി കിട്ടിയില്ല. അപ്പോൾ അത് നമ്മൾ വേറെ പൊറാട്ടയും ബീഫും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പോയ തൊട്ടടുത്തുള്ള ഇമറാത്തി എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റൊക്കെയാണ്. അങ്ങനെ ധ്രുവക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ സ്വതവേ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഹൈ ചെയർ നമ്മൾ വാങ്ങിച്ചിട്ട് അവളവിടെ ഇരുത്തും. കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മേത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം, ബൈ.